ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 7ന്റെ പണിയെന്നൊന്നും പറഞ്ഞാൽ പോരാ, 17ന്റെ പണിയുള്ള സീസണാണെന്ന് തോന്നുന്നു. എല്ലാവരെയും പിടിക്കുന്നുണ്ട്. ആരോടും ഒരു പാർഷ്വാലിറ്റിയും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. എല്ലാവരെയും ഒരുപോലെ തൂക്കുന്നുണ്ട്. ഇന്ന് അനീഷിനെയും തൂക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ നോറ, ആദില അവരെക്കുറിച്ച് അനീഷ് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു. ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നത് ശരിയാണോ അനീഷ്? അനീഷിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ആളുകൾ അവിടെ ഇരുന്ന് അത് ഡിസ്കസ് ചെയ്യുകയും ഞങ്ങൾ ഇടപെട്ട് അത് ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അനീഷിന് അത് ഇഷ്ടപ്പെടുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനീഷിനെ കുറിച്ച് എന്താണ് ഇത്ര പരാതി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രൊമോ കണ്ടതുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റിലേക്ക് എത്താൻ പറ്റില്ല. എന്താണ് നടന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും എപ്പിസോഡിൽ കാണാമല്ലോ. പക്ഷേ ലാലേട്ടൻ ഈ സീസണിൽ എല്ലാവരെയും തൂക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തൊട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം. ഇന്നലെ നമ്മുടെ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച കേസ് പൊക്കിയപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആദിലയും നൂറയും അനീഷിനെ വിളിച്ച ആ ഒരു കേസും പൊക്കി. അതുപോലെ ഓരോരുത്തരെയും ഒരാളെ അങ്ങ് തുറന്നങ്ങ് വിടുന്നില്ല. എല്ലാവർക്കും ഉള്ള പണിയുമായിട്ടുള്ള വരവാണ് എല്ലാ വീക്കെൻഡുകളിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ഓരോ ആഴ്ച വരുമ്പോഴും ഈ പഴയ കണക്കപ്പിള്ളമാരുടെ കയ്യിൽ ഈ ഒരു ബുക്ക് കാണും. ബുക്കല്ല, ഒരു പുസ്തകം, ഒരു വലിയ ഒരു കണക്ക് ബുക്ക് ഉണ്ടാവും. അത് ഈ കക്ഷത്ത് വെച്ചുകൊണ്ടാണ് അവർ വരുന്നത് എപ്പോഴും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവരെടുത്ത് പേജ് നമ്പർ 106 ഇത്ര രൂപ എന്ന് പറയുന്ന പോലെ ലാലേട്ടൻ ഓരോ ആഴ്ച വീക്കെൻഡിൽ വരുമ്പോഴും ഒരു കയ്യിലൊരു ബുക്കും കൊണ്ടായിരിക്കും വരുന്നത്. ഇന്ന് അനീഷിനുള്ള പണി പേജ് നമ്പർ 16, അനീഷിൻ്റെ പരാതി, ഇതാണ് ഇന്നത്തെ പണി. ഇത് നോറയുടെ പണി, ഇത് മറ്റേ അനുമോൾക്കുള്ള പണി എന്നും പറഞ്ഞ് ഒരു ലോഡ് പണികൾ എഴുതി വെച്ചിട്ടാണ് ലാലേട്ടൻ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കൊള്ളാം. ഫസ്റ്റ് എപ്പിസോഡാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ ഭയങ്കര വാവെന്നൊന്നും പറയാനില്ല. കാരണം വന്ന ഉടനെ തന്നെ ആദ്യ ആഴ്ച തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ലാലേട്ടൻ എടുത്ത് കുടഞ്ഞാൽ പിന്നെ നമ്മൾ ഓണവില്ലും ആയിപ്പോവും. കാരണം ഒന്നാമത് ഓണം വരികയാണേ. അപ്പോൾ അവർ ഓണവില്ല് വീട്ടാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. അപ്പോൾ ആ സ്ഥിതിക്ക് ഉടനെ എടുത്ത് കൊടയാത്തത് നന്നായി. ഇനിയുള്ള ദിവസങ്ങളിൽ പതിയെ മതി. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്നുള്ള നിലയിൽ അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇന്നലെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ്. ഇന്ന് അത് കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് എപ്പിസോഡ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ശരിക്കുള്ള തൃശ്ശൂർ പൂരം എന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.